ജനത്തെയാണ്. അത്രയും ലക്ഷം ജനത്തെ ഹാൻഡിൽ ചെയ്യാൻ, അതിൻ്റെ ഗ്യാങ് ലീഡറായി നിൽക്കാൻ, അതിൻ്റെ മുൻപിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ അയാൾക്കൊരു ഷാർപ്പ് വോയിസ് ഉണ്ടായിരിക്കും, ശക്തമായൊരു ശബ്ദം ഉണ്ടായിരിക്കും. ചുമ്മാ കയറി നിന്നിട്ട് പിള്ളേരുടെ ശബ്ദത്തിൽ സംസാരിച്ചാൽ, വിക്കി സംസാരിച്ചാൽ അറ്റൻഷൻ കിട്ടത്തില്ല, ആളുകളുടെ അറ്റൻഷൻ കിട്ടത്തില്ല, ആളുകൾ ശ്രദ്ധിക്കത്തില്ല. നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദമുള്ള ഒരാൾ കയറി എന്ന് വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉറക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ മോശയെ സംബന്ധിച്ച് ആ കഴിവുമില്ല. കാരണം 80 വയസ്സ്, ഓൾറെഡി 80 വയസ്സ് കഴിഞ്ഞു. പോരാത്തതിന് വിക്കനായ വൃദ്ധനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ രസം, ദൈവം ആ പരിമിതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ അയാളെ ഉപയോഗിച്ചു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മറ്റൊരാളോടും പങ്കുവെക്കാൻ പറയാൻ പറ്റാത്ത നൂറുകണക്കിന് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ബലഹീനതകൾ, പാപത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, നൂറുകണക്കിന് ബലഹീനതകൾ ഫിസിക്കലി മെന്റലി നിങ്ങൾക്കുണ്ടായിരിക്കും. ബട്ട് ദൈവത്തിന് അതും ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ കഴിവ്, എൻ്റെ യോഗ്യത, എൻ്റെ മസിൽ പവർ, എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം, എൻ്റെ ബ്രെയിൻ ഷാർപ്പ്നെസ്, ഇതൊന്നും കണ്ടിട്ടല്ല കർത്താവ് വിളിച്ചത്. ദൈവത്തിനറിയാം എന്താണ് നിന്റെ മാക്സിമം, വാട്ട് ഈസ് യുവർ മാക്സിമം, എവിടം വരെയാണ് നിന്റെ മാക്സിമം, എന്താണ് നിന്റെ കപ്പാസിറ്റി, എന്താണ് നിന്റെ ട്രബിൾസ്, എന്താണ് നിന്റെ സക്സസ്സുകൾ, എന്താണ് നിന്റെ മിസ്റ്റേക്കുകൾ, എവറിത്തിങ് എല്ലാം കർത്താവ്. എനിക്കതാ ഭയങ്കര സന്തോഷം. കാരണം ദൈവം മോശയുടെ വിക്ക് മാറ്റിയില്ല, ആ വിക്കിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ അയാളെ പ്രവർത്തിച്ചു.